ഹലോ, ദി അൺസെൻസേർഡ് ഷോയിൽ ഇന്ന് എന്റെ കൂടെ ഒരു ഗസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നതിനേക്കാളും ഒരു ക്യാരക്ടർ പറയുമ്പോഴായിരിക്കും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം കേൾക്കാൻ വേണ്ടിയിട്ട്. JK. യെസ്, ലെറ്റ്സ് വെൽക്കം ശ്യാം. വെൽക്കം ടു മൈ ഷോ. അതെ, താങ്ക് യു. യെസ്, അപ്പം JK എന്ന് പറയുന്ന വിളികൾ കേട്ട് കേട്ടപ്പോ മടുത്തോ? കുഴപ്പമില്ല. ചില സമയത്തൊക്കെ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ അങ്ങനത്തെ വിളി വരുമ്പോ ചിലപ്പോ നോക്കൂ ആശുപത്രിയിലൊക്കെ പോയിട്ടേ വയ്യാണ്ടൊക്കെ നിന്ന സമയത്തൊക്കെ JK എന്നൊക്കെ പറയുന്നത് അത് നഴ്സുമാരൊക്കെ വന്നിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കും. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല, ഇഷ്ടം തോന്നുന്നുണ്ടാണ്. അല്ലാണ്ട് മടുപ്പൊന്നുമില്ല. പക്ഷേ കുട്ടികളൊക്കെ മെയിനായിട്ടും കുട്ടികളാണ് നമ്മുടെ പ്രേമലൂല് നമ്മുടെ എല്ലാവരുടെ മെയിൻ ഫാൻസ് കുട്ടികളാണ്. കുട്ടികളൊക്കെ വന്നിട്ട് അത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോകുമ്പോ നമുക്ക് സന്തോഷമാണ്. അത് ശരിക്കും ഈ സംഭവം ശ്യാമിന്റെ ഒരു ഇൻപുട്ട് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു ഗസ്റ്റർ മാത്രം അതിന്റെ ഒരു ഇൻപുട്ട്. അത് ഇത്രമാത്രം ആളുകൾ കാണിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്താണ്? അത് കാരണം ജസ്റ്റ് കിഡിങ് എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഗിരീഷ് കൃത്യമായിട്ട് പറഞ്ഞു തരും എന്താണ് ബോഡി ലാംഗ്വേജ്, എന്താണ് പരിപാടി. അപ്പൊ ജസ്റ്റ് കിഡിങ് എന്നുള്ള ഇയാൾ നമ്മൾ വളിപ്പടിക്കുന്നതിനുള്ള ഒരു പര്യായമായിട്ടാണ് ഇയാൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറ്റിച്ചേ എന്ന് പറയുന്നത് ഇയാൾ പറയുന്നത്. അപ്പൊ നമ്മളെ റിഹേഴ്സൽ ചെയ്തു വന്ന ഏതോ ഒരു പോയിന്റിലാണ് ഞാൻ ഇങ്ങനെ ഗിരീഷിനോട് നമ്മൾ ഗ്രൂമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചാണ്, ഇങ്ങനെ ഒരു സാധനം പിടിച്ചാലോ, ഈ എയർ കോട്ട് പരിപാടി ഉണ്ടല്ലോ ആൾക്കാർ സോ കോൾഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കോർപ്പറേറ്റിൽ കുറച്ചാൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറെ സാധനങ്ങൾ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഗിരീഷിനോട് ചോദിച്ചതാണ്. അപ്പൊ പുള്ളി നമുക്ക് ചെയ്തു നോക്കണം, അത് വർക്കാണെങ്കിൽ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. പിന്നെ അത് നാച്ചുറലി വരാൻ തുടങ്ങി. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് ചെയ്യാം. പിന്നെ അതിലിപ്പോ ഈ പുള്ളിക്കാരൻ പറയുമല്ലോ, മറ്റേ താനാണ് മെയിൻ ഗോപിക എന്ന് പറയുന്നത്, കൃഷ്ണന്റെ രാധ എന്റെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്താ ചോദിക്കുമ്പോ അയാൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പറയാൻ തന്നെ പുള്ളി ഇങ്ങനെ കാണിക്കുന്നത്. അതൊക്കെ അപ്പൊ വന്ന സാധനങ്ങളാണ്. ഗിരീഷ് ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ പറഞ്ഞ നാച്ചുറലി വരാൻ തുടങ്ങി. അത് ശരി. അപ്പം ഗിരീഷിന്റെ കൂടെ ഒരു വർക്കിംഗ് എങ്ങനെയായിരുന്നു? എന്നുവെച്ചാൽ ഈ പറയുന്ന ഇൻപുട്ടൊക്കെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നതും അത് വേറൊരു കഴിവാണല്ലോ. ഭയങ്കര സ്പേസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഡയറക്ടർ എന്നുള്ള ഒരു പരിപാടിയിലൊന്നും അല്ല പുള്ളി ഒരിക്കലും സെറ്റിൽ നിൽക്കുന്നത്. നമ്മൾ രാവിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങി അവിടെ പോവാന്ന് പറഞ്ഞിട്ട് ആ ഒരു പരിപാടിയിലാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി കൃത്യമായിട്ട് പറയും. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും അങ്ങോട്ടും മാറുകയാണെങ്കിൽ അത്രയും വേണ്ട, കുറച്ചൊന്ന് മാറ്റി പിടിച്ച് നോക്കുന്നു പറയും. കറക്റ്റ് ബോഡി ലാംഗ്വേജ് ഒക്കെ കാണിച്ചു തരും. പുള്ളി തുടക്കം മുതൽ എന്നോട് പറയുന്നത് വേറെ ഒന്നല്ല, എടാ സോഫിസ്റ്റിക്കേഷൻ വേണം കേട്ടാ, പുള്ളി സംസാരിക്കും ഇങ്ങനെ ഒരു സംഭവം വരാറുണ്ട്. സോഫിസ്റ്റിക്കേഷൻ ആണ് മെയിൻ പരിപാടി. അപ്പൊ അതിനകത്ത് കുറെ സാധനങ്ങൾ, ഇപ്പം ഐസ് റോളിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, പുള്ളി ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ പുള്ളി പറഞ്ഞു തന്നതാണ്. ഈ സാധനം വേണം. പിന്നെ ഇയാള് എന്താ പറയുക, ഇയാളുടെ ചില ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ, നടക്കുന്ന മാനറിസങ്ങൾ. ഇപ്പൊ ഇയാള് ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കറക്റ്റ് പുള്ളി കാണിച്ചു തന്ന സാധനമാണ്. ഇങ്ങനെ വെച്ചിട്ട് പുള്ളി ചെയ്തതിന്റെ പകുതിയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഭയങ്കര സുഖമാണ് വർക്ക് ചെയ്യാൻ പുള്ളിയോട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് കേൾക്കാം. അവിടെ പറഞ്ഞിട്ട് അവിടെ ചിരിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. നമ്മുടെ ഡയറക്ടർ അത്രയും ഹാപ്പി ആയി, എഴുതിയ ആള് തന്നെ ഹാപ്പി ആകുമ്പോൾ ഭയങ്കര രസമാണ് ഗിരീഷിനോട്. അതേപോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോന്ന് പറയുമ്പോ കൊറേ ചിരിക്കും, എന്നിട്ട് അത് വേണ്ട അത് വേണ്ട എന്ന് പറയുന്നത്. ഇവിടെ റിജക്ട് ചെയ്യുന്നതും ചിരിച്ചു കഴിഞ്ഞിട്ടാണ്. അത് ഓഡീഷൻ സമയത്ത് ഞാൻ ആദ്യം ചെയ്ത മീറ്റർ കുറച്ച് ഓവർ മീറ്റർ ആയിരുന്നു. ആദ്യത്തെ 1-2 ഡയലോഗുകൾ എനിക്കൊന്ന് ഈ റീനു ഒക്കെ സച്ചിന്റെ കൂടെ പോകണമെന്ന് പറയുമ്പോൾ നോവേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഞാൻ ചെയ്ത് ഭയങ്കര ഓവറായിട്ടാ ചെയ്തത്. അപ്പൊ പുള്ളി ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞാൻ ഒരു സെറ്റ് എടാ ഇതല്ല, ഇത് വേണ്ട, ഇത്ര വേണ്ട, കുറച്ച് താഴത്തി നോർമലായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ഇൻസൾട്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ അവിടെ വെച്ചിട്ട് അപമാനിക്കുന്ന രീതിയിലോ മോശപ്പെടുന്ന രീതിയിലോ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഭയങ്കര കൂളാണ്. ഇപ്പം ശ്യാം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാരും JK ആണോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ JK എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് കേട്ട് അല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നോ ഇങ്ങനത്തെ ഒരു സാധനമാണോ? JK എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആദ്യമാണ് പേര് ആക്ച്വലി. JK എന്നുള്ളത് ശരിയാണ്, JK തന്നെയാണ് അറിയപ്പെടുന്നത്. ഞാനീ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം, ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം CBSE പഠിച്ച ആളല്ല. ഞാനൊരു തനി നാടൻ മലയാളം സ്കൂളിൽ പഠിച്ച് വന്ന ആളാണ്. ഇനി പറഞ്ഞാൽ ഞാനും ശരിക്കും പറഞ്ഞപ്പോ സച്ചിന് ഒരു ട്രെയിനിൽ കയറിയിട്ട് പറയുന്നില്ലേ, എനിക്ക് മറ്റേ AC എങ്ങനെ പെരുമാറാൻ അറിയില്ല. ഞാൻ അങ്ങനെ ആയിരുന്നു ബോംബെയിൽ പോയപ്പോ എന്റെ അവസ്ഥ. ഞാൻ സിറ്റി ബാങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും മറ്റേ ഈ പറഞ്ഞ സോ കോൾഡ് സോഫിസ്റ്റിക്കേഷന്റെ ആൾക്കാർ ഭയങ്കര ഫുൾ ഇംഗ്ലീഷ്, ഞാനാണെങ്കിൽ മറ്റേ മുറി ഇംഗ്ലീഷ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോയി നിന്ന ആളാണ്. ഞാൻ ഈ അവസ്ഥയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾക്ക് ഈ ഒബ്സർവേഷൻ പരിപാടി പണ്ടുവനുള്ളത് കാരണം ഒരുപാട് ആൾക്കാരെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ കാണാത്ത രീതിയിലുള്ള ജീവികളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നടന്നൊക്കെ പോകുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നു. ചില ആൾക്കാർ നമുക്കിപ്പോ ക്യാബിനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശരീരത്തിന്റെ ഇത്ര ഭാഗമായിരിക്കില്ല കാണുന്നത്. ഇവരിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്ന തോന്നും. കാരണം അങ്ങനെയാണ് അവർ നടക്കുന്നത്. മറ്റേ റാമ്പിലൊക്കെ നടന്നു പോകുന്ന ഇങ്ങനെയൊക്കെ നോക്കി അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണുള്ളത്. ഇങ്ങനെ കുറെ സാധനങ്ങൾ അല്ല, എനിക്ക് ഞാൻ ബോംബെയിൽ ഒരു 5 വർഷം സർവൈവ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്
എനിക്ക് ചിലപ്പോൾ ആക്ടിങ്ങിലോട്ടൊക്കെ അല്ലെങ്കിൽ ഇതിലോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് തോന്നുന്നത്. കാരണം ഓ ആ ജോലികൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ജോലി അതെ ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ടാൽ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും തോന്നിയത് അങ്ങനെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ കുറഞ്ഞ പറഞ്ഞ എക്സ്പീരിയൻസ് ഈ 2 വർഷം അല്ലെങ്കിൽ 5 വർഷം ബോംബെയിൽ വർക്ക് ചെയ്തത് ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്യായിരുന്നു, വേണ്ടായിരുന്നു ഉം. വെറുതെ 5 വർഷം. പക്ഷെ ഈ പ്രേമിൽ സംഭവിച്ചപ്പോൾ അത് മനസ്സിലായി, അതൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് പടങ്ങളും ഇംഗ്ലീഷ് ഷോസും ഒക്കെ ആ സമയത്ത് ഞാൻ കുത്തിയിരുന്ന് കണ്ടു. ഈ ബോഡി ലാംഗ്വേജ്, കൈയുടെ യൂസേജ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ നമ്മൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇംഗ്ലീഷിൽ അതെ അവര് അതെ 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 സംസാരിക്കുമ്പോൾ കുറച്ച് എക്സിക്യൂട്ടീവ് ആൾക്കാർ ഇപ്പം മറ്റേ വുൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിലൊക്കെ ആ ഡിക്കാപ്രിയോ സംസാരിക്കുമ്പോൾ കൈയുടെ യൂസേജ് ഒക്കെ ഭയങ്കര രസമാണ് പുള്ളി. ആ ആദ്യം അങ്ങനെ കുറെ പരിപാടികളുണ്ട്, അതെ പുള്ളി അതെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സാധനങ്ങൾ അതെ അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. അത് ഒരേ സമയം നമുക്ക് ഈ ക്യാരക്ടറോട് എവിടേക്കോ ഒരു ഇഷ്ടം തോന്നും, ഇടയ്ക്ക് നമുക്ക് ദേഷ്യം തോന്നും. അതെ അങ്ങനത്തെ ഒരു മീറ്ററിലാണ് ഈ സാധനം അതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പം ഞാൻ ഇരിക്കുന്നത് പണ്ടൊക്കെ ഇപ്പം എന്താ പറയാ ഡാർലിങ്ങിലൊക്കെ നമ്മള് ഇപ്പം ദിലീപേട്ടൻ ചെയ്യുന്ന ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് അയ്യോ അതെ ഇയാളെ കൊണ്ട് ചിലത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നും. അതെ അപ്പൊ ഏകദേശം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നൊരു അതെ. അത് ഞാൻ സിനിമയാണ്. ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഗോപിയോട് പറഞ്ഞത്, ഡാർലിംഗിൽ ദിലീപേട്ടന്റെ ഒരു പരിപാടി ഇല്ല, അതുപോലത്തെ ഒക്കെ ഒരു അതെ പരിപാടിയാണ്. ദിലീപേട്ടൻ എന്നെ സത്യം. വിളിച്ചിരുന്നു പടം കണ്ടിട്ട്. ഓ ദിലീപേട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ നന്നായിട്ടുണ്ട് രസം. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ഇത് തന്നെ പറഞ്ഞു, ചേട്ടാ എനിക്ക് ശരിക്കും മെയിൻ ആയിട്ട് ഇനി പെട്ടെന്ന് സ്ക്രിപ്റ്റ് വായിച്ചപ്പോ തന്നെ ആദ്യം ഓർമ്മ വന്നത് ഡാർലിംഗിലെ ആ ആ ഒരു പരിപാടിയാണ്. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ പുള്ളി ആണല്ലേ പുള്ളി ചിരിച്ചു. ആ പിന്നെ നമുക്ക് ആ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് സത്യം ചെയ്യുന്ന ഒരാളാണല്ലോ ദിലീപേട്ടൻ. അതെ ആ സമയത്ത് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അവരുടെ കോമഡിയിൽ എപ്പോഴും ടൈമിങ്ങും സ്പോണ്ടൈനിറ്റിയാണ് വർക്ക് ആവുന്നത്. തീർച്ചയായിട്ടും അപ്പൊ എന്റെ കൂടെയുള്ള ഇപ്പം സംഗീതും നസ്ലിനും ആണെങ്കിലും അടിപൊളിയായിട്ട് അസാധ്യമായിട്ട് ആ ടൈമിംഗ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ആ നമുക്ക് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എന്താണെങ്കിലും പ്രേമലു വിശേഷങ്ങളാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിലും ശ്യാം ഇവിടെ വന്നിരിക്കുന്നത് എക്സ്ട്രാ ഡീസെന്റ് വെള്ളം പിടിക്കാൻ. കുറച്ച് വെള്ളം കുടിച്ചോളൂ. എക്സ്ട്രാ ഡീസെന്റ് സിനിമ വിശേഷങ്ങളുമായിട്ടാണ്. അതെ. അപ്പം ശ്യാം ഒരു എക്സ്ട്രാ ഡീസെന്റ് ആയാളാണോ? ഞാൻ ഭയങ്കര ഡീസന്റ് ആണ്. ആണല്ലേ? എക്സ്ട്രാ ഡീസെന്റ് ആണ്. എക്സ്ട്രാ ഡീസന്റ് ആണെന്ന് പറയാം. ഞാൻ എന്റെ ഒരു ഗ്രൂപ്പിലൊക്കെ മാക്സിമം മര്യാദയുള്ള ഒരാള് ഞാനാണെന്ന് തോന്നുന്നു. പണ്ട് ആ പോലെ സ്കൂളിലായാലും കോളേജിലാണെങ്കിലും ഒക്കെ എത്ര നൈസ്. എത്ര മര്യാദയുള്ള പയ്യൻ എന്ന് പറയുന്ന ടൈപ്പ്. സാധാരണ ഈ ഗേൾസിന്റെ ഫാമിലി ഇപ്പൊ നമ്മള് ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ വീട്ടിലേക്ക് ലഞ്ചിന് പോവാ അങ്ങനെയൊക്കെ പോവുമല്ലോ. അപ്പൊ ഈ ഗേൾസിന്റെ പേരൻസ് പ്രത്യേകിച്ച് ഈ ഗ്യാങ്ങിലുള്ള ആൺകുട്ടികളെ ശ്രദ്ധിക്കും. നല്ലൊരു മോൻ അല്ലേ എന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മൾ പറയും അല്ല ആ കുട്ടിക്ക് വേറെ ആളുണ്ട് കേട്ടോ വീട്ടേക്ക്. എനിക്ക് അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ആണല്ലേ? ഗേൾസിന്റെ ഞാനും മറ്റേ കൂടുതലും മറ്റേ ബോയ്സ് സ്കൂളിലൊക്കെ ആയിരുന്നു, ബോയ്സ് ആ സ്കൂളിലല്ലെങ്കിലും ബോയ്സ് മീഡിയത്തിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഏറ്റവും അമ്മമാര് പറയുന്നത് എന്നെ ആയിരിക്കും പോയിന്റ് ചെയ്തിട്ട്, ആ. എന്ത് പയ്യനടാ, എന്ത് പാവം ചെക്കനാണ് അവന് നോക്കുന്നത്. അപ്പൊ അപ്പൊ കൂട്ടുകാരന്മാർക്ക് നമ്മൾ ഫ്രണ്ട്സിനാ. അറിയാവുന്നതുകൊണ്ട് അതെ അതെ ഭയങ്കര പാവം എന്ന് പറയും. അല്ല അപ്പൊ ഞാൻ കുറച്ച് അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതെ മൊത്തത്തിൽ സംസാരമാണെങ്കിലും ഇപ്പം അതന്നെ. പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർക്കാണെങ്കിലും തോന്നും അയ്യോ പാവം പാവം. അപ്പൊ എക്സ്ട്രാ ഡീസന്റ് സിനിമ എന്താണ്? എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേമലു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കമ്മിറ്റ് ചെയ്ത പടം എക്സ്ട്രാ ഡീസന്റ് ആണെന്ന് ഓ തോന്നുന്നു. സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ആ സമയത്ത് വേറൊരു ഫിലിമിന്റെ ഒരു പരിപാടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഡേറ്റിന്റെ ചെറിയ ഇഷ്യൂ വന്ന കാരണം ഉം. ഞാനത് അവരോട് പറഞ്ഞു, ആ ആമിറിനോട് പറഞ്ഞു, ബ്രോ ഇങ്ങനെ ഒരു വേറൊരു പടം നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഓക്കെ ബ്രോ കുഴപ്പമില്ല, നമുക്ക് അടുത്ത പടം നോക്കാന്ന് പറഞ്ഞു. ഉം. അപ്പൊ ആ സെക്കൻഡ് മറ്റേ പടം മാറി. ഓ അപ്പൊ തന്നെ ഞാൻ ആമിറിനെ വിളിച്ച്, ഞാൻ ജിമ്മിൽ നിൽക്കുമ്പോഴാണ് മറ്റേ പടത്തിന്റെ ആള് വിളിച്ചിട്ട് എടാ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്, അത് അല്ല എന്ന് പറഞ്ഞു. ആ അപ്പൊ തന്നെ ജിമ്മിൽ നിന്നിട്ട് ഞാൻ ഡമ്പൽ എടുത്തോണ്ട് ഞാൻ എടുത്ത് ഓടി പിടിച്ചിട്ട് ആമിനെ വിളിച്ചിട്ട് ബ്രോ മറ്റേ പരിപാടി ഞാൻ ഉണ്ട് കേട്ടോ, ഞാൻ ഇന്നാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ ഇപ്പൊ വേറൊരാളെ വിളിക്കാനിരുന്നതാണ്, അയ്യോ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞാനെന്ന് പറഞ്ഞു. കാരണം എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് കഥ പറഞ്ഞപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും വായിച്ചപ്പോൾ അതെ ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേക ഒരു പരിപാടി ഉണ്ട് ഓ അതിനകത്ത്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പിന്നെ സുരാജ് ഏട്ടനുമായിട്ട് എന്താ പറയുക, ഞാനിങ്ങനെ പടം സിനിമയൊക്കെ ചെയ്തു തുടങ്ങിയ സമയം തൊട്ട് തന്നെ സുരാജ് ഏട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഹെവൻ എന്ന പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് സുരാജിന്റെ കൂടെ ആ അഭിനയിക്കുന്നത്. പിന്നെ സുരാജ് ഏട്ടൻ കുഞ്ഞു കുഞ്ഞു റോളിനൊക്കെ എന്നെ സജസ്റ്റ് ചെയ്തിട്ട് നാഗേന്ദ്രൻ സണിമൂൺ അങ്ങനെയുള്ള ഓ പടത്തിലൊക്കെ പുള്ളി പറഞ്ഞിട്ടാണ് എന്നെ ആ അത് ശരി. സീരീസിലൊക്കെ വിളിച്ചത്. ആ പിന്നെ അപ്പൊ തൊട്ടുള്ള ഒരു പരിചയമുണ്ട്. എന്റെ ചേട്ടന്റെ സുഹൃത്തും കൂടെയാണ് സുരാജ് ഏട്ടൻ ആ നാട്ടിലുള്ള. ആ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ കുറച്ചാൾ മിമിക്രിയും പരിപാടിയായിട്ടൊക്കെ നടന്നിട്ടുണ്ട്. ആ അത് മെയിനായിട്ട് സുരാജ് ഏട്ടന്റെ മറ്റേ വൺ മാൻ ഷോയും കാര്യങ്ങളും കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയത്. ഓ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് 10ാം ക്ലാസ് പഠിക്കുന്നു. അപ്പൊ സുരാജ് ഏട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടത്തിൽ നല്ലൊരു പമ്പൻ ക്യാരക്ടർ സുരാജ് ഏട്ടൻ അടിപൊളി. തന്നു എന്ന് പറയുന്നതും സുരാജ് ഏട്ടൻ ഉറപ്പായിട്ട് പ്രൊഡ്യൂസർ ഓക്കെ പറയണമല്ലോ. അതെ സുരാജ് തീർച്ചയായിട്ടും. ഏട്ടൻ ലിസ്റ്റൻ ചേട്ടനും ഓക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പടത്തിൽ ഇന്നായത്. യെസ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. ഇപ്പൊ പടം എന്ന് പറയുന്ന ഒരു ഫാമിലി പടം തന്നെയാണ്, ഒരു ഫാമിലിക്ക് അകത്ത് കിടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ കുറച്ചൊരു ഡാർക്ക് ഹ്യൂമർ എന്ന് പറയാവുന്ന ഒരു ജോണറാണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഓക്കെ. നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലെയൊക്കെ ആ അങ്ങനത്തെ ഒരു അതെ അത് നമുക്ക് ഏകദേശം അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോ അതെ അപ്പൊ മനസ്സിലായി. അങ്ങനെ ഒരു ജോണറാണ്. ഭയങ്കര കുറെ രസകരമായിട്ടുള്ള പരിപാടികളും ഒക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ മ്യൂസിക് സൈഡ് നോക്കിയാലും അങ്കിത്തിന്റെ ഒരു സ്കോറും കൂടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു പടം ഉം. എലവേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നി ഓ എനിക്കത് കണ്ടത്.
എനിക്കൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഫാമിലി പടം ആയിരിക്കും ഈ അതെ. ഫെസ്റ്റിവൽ. ശരിക്കും നമ്മൾ ഇ.ഡി. എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ എന്റെ അമ്മ വിചാരിച്ചു വേറെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം. അപ്പൊ എന്താണെങ്കിലും അതുക്കും മേലെയാണ് സിനിമ എന്നാണ് നമ്മളുടെയും ഒരു എക്സ്പെക്ടേഷൻ. ലിസ്റ്റിൻ ചേട്ടന്റെ പടം ആയതുകൊണ്ട് ഇ ഡി എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തപ്പോ ആൾക്കാർ ആദ്യം വിചാരിച്ച് ലിസ്റ്റിൻ ചേട്ടൻ ഇ ഡി ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതെ, അതെന്തെങ്കിലും ആയിരിക്കും. എക്സ്ട്രാ ഡീസന്റും താഴെ കണ്ടപ്പോ എല്ലാവരും ഓക്കെ സമാധാനം. ഈ ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും വെളിപ്പെടുത്താൻ പറ്റുമോ? ഒരുപാട് പറയാൻ പറ്റില്ല, എന്നാലും സഞ്ജു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഓക്കെ. പറഞ്ഞാൽ സുരാജേട്ടന്റെ സുഹൃത്താണ്, എന്നാൽ സുരാജേട്ടന്റെ അളിയനുമാണ്. എന്ന് വെച്ചാൽ സുരാജേട്ടന്റെ സിസ്റ്ററാണ് ഗ്രേസ്. ഗ്രേസിന്റെ ഹസ്ബൻഡാണ്. ഗ്രേസിനെ കല്യാണം കഴിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഫാമിലിയിൽ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. സുരാജേട്ടന്റെ ബിനു എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഫാമിലിയിൽ ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളാണ്. അയാളും ഈ ഫാമിലി നടക്കുന്ന എല്ലാ ഇൻസിഡന്റും അയാളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് സിനിമ പറയുന്നത്. എങ്ങനെയായിരുന്നു ഗ്രേസിന്റെ കൂടെ വർക്ക്? എങ്ങനെയായിരുന്നു ഗ്രേസ്? എനിക്ക് നമുക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. നീ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് അവരെന്നോട് കാസ്റ്റിന്റെ കാര്യം പറഞ്ഞു, സുരാജേട്ടനാണ് ഗ്രേസ് ആണ് നിങ്ങളുടെ പേരായിട്ട് എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഗോപിയെ വിളിച്ചിട്ട് പറഞ്ഞു ഗ്രേസ് ആണ് പേര്. കാരണം നമുക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റ് ആണ് ഗ്രേസ്. ഭയങ്കര രസമായിട്ട് ഇപ്പൊ റീസെന്റ് മറ്റേ നാഗേന്ദ്രൻ അത് ഭയങ്കര ഹിറ്റ് ആയി. കുമ്പളങ്ങിയിലെ കാരണം ഫഹദിനെ പോലെ ഒരാള് അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിന്ന് വളരെ കൂളായിട്ട് പുള്ളിക്കാർ പെർഫോം ചെയ്യുന്നത് അത് ഈസി അല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത്രയും വലിയൊരു ആർട്ടിസ്റ്റ്, ഫസ്റ്റ് മേജർ റോളാണ് പുള്ളിക്കാരി. അന്ന് മുതല് ഗ്രേസിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ, നല്ല ആർട്ടിസ്റ്റ് ആണ്. പിന്നെ കനകം കാമിനി ആണെങ്കിലും അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ നമുക്ക് ടെൻഷൻ വരുമല്ലോ. അപ്പൊ ഫസ്റ്റ് കാണുമ്പോഴൊക്കെ പരിചയപ്പെട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര കൂളായിരുന്നു. പിന്നെ നമ്മൾ സംസാരിച്ച് പിന്നെ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ സുരാജേട്ടൻ അല്ലെങ്കിൽ ഗ്രേസ് ആന്റണി ഇവർ രണ്ടിടത്തുനിന്നും എടുത്തൊരു ടേക്ക് അവേ എന്തായിരിക്കും? സിനിമ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സംഭവം പഠിച്ചിട്ടുണ്ടെങ്കിൽ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സുരാജേട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഭയങ്കരമായിട്ട് പറയുന്ന പോലെ ഈ പടത്തിൽ സുരാജേട്ടന്റെ ഞാനും മാത്രമായിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഏറ്റവും ടെൻഷനുള്ള ഏരിയാസ് അതാണ്. കാരണം കുറച്ച് മേജർ പരിപാടികളുണ്ട് നമ്മളുടെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പുള്ളി എങ്ങനെ ചെയ്യും നമുക്ക് അറിയാലോ, ഏത് ലെവലിലോട്ടൊക്കെ പോകും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പെട്ടെന്നായിരിക്കും എന്തെങ്കിലും എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷെ പുള്ളി തലേദിവസം എന്നെ വിളിക്കും. ഷൂട്ടിന്റെ തലേദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് എടാ മറ്റേ സീന് നാളെയാണ്, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, ഐഡിയാസ് വല്ലതും ഉണ്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ തന്നെ നമുക്കത് നമ്മള് ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്ത് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് സീനിയർ ആയിട്ടുള്ള ഒരാൾ പറയേണ്ട ആവശ്യം പോലില്ല, വന്ന് ചെയ്തിട്ടങ്ങ് പോയാൽ മതി. പക്ഷെ അത് കാരണം നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടി. പിന്നെ ചെയ്യുമ്പോഴാണെങ്കിലും ഒന്ന് രണ്ടിടത്ത് എന്റെ ചില എക്സ്പ്രഷൻ കണ്ട് സുരാജേട്ടന് ചിരി വന്ന് കട്ട് വിളിച്ചു. അപ്പൊ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. പുള്ളിയെ പോലെ ഒരാള് 5000-ഓളം സ്റ്റേജ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ, സ്റ്റേജ് പെർഫോമൻസ് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരാള് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു പരിപാടികൾ കണ്ടിട്ട് എന്റെയൊക്കെ വാട്സ്ആപ്പ് സ്റ്റിക്കർ മൊത്തം പുള്ളിക്കാരന്റെ എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്ന ഫ്രണ്ട്സിനോട്. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഗ്രേസ് ആണെങ്കിലും ഇത് തന്നെയാണ്, ഭയങ്കര രസമാണ് അവരുടെ പ്രോസസ്സ് കാണാൻ. പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഗ്രേസിന്റെ കേസ് പറഞ്ഞാൽ നമ്മളൊരു ഡയലോഗ് ഇല്ലാത്തൊരു സീൻ ഷൂട്ട് ചെയ്യായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളൊരു മൂലയ്ക്ക് നിന്ന് സംസാരിക്കുന്നതാണ്. അവിടെയാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ബാക്കി ക്യാരക്ടേഴ്സിനെയാണ്. അപ്പൊ ഞാൻ വേറെന്തോ കാഷ്വലി സംസാരിക്കാൻ പറഞ്ഞ പുള്ളിക്കാരൻ എടാ കാഷ്വലി സംസാരിക്കണം, നമുക്ക് ക്യാരക്ടറായിട്ട് തന്നെ സംസാരിക്കാം. അപ്പൊ അത് ഞാൻ ആലോചിച്ച ഭയങ്കര ശരിയാണ്. പല സിനിമകളിലും നമ്മൾ ഈ പാട്ട് സീനുകളിൽ ഡയലോഗ്സ് ഉണ്ടാവില്ല, ഇവര് ബൈക്കിൽ പോകുന്നതൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പോഴവര് നോർമലായിട്ട് ഇപ്പം ശ്യാം എന്ന ആക്ടർ ആണെങ്കിൽ ശ്യാമായിട്ട് അവിടെ നിൽക്കും, ക്യാരക്ടർ ആയിരിക്കില്ല. ഇവർ കാഷ്വലി എന്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് കിട്ടും. എന്ന് വെച്ചാൽ അവർ ക്യാരക്ടറായിട്ടല്ല, അവർ വേറെന്തോ കാഷ്വലി സംസാരിച്ച് പോവുകയാണ്. അപ്പൊ അത് പുള്ളിക്കാരി പറഞ്ഞു തന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു റിയലൈസേഷൻ ആയിരുന്നു. ശരിയാണ്, നമ്മളത് ഡയലോഗ് ഇല്ലാത്ത ചെറിയ കട്ടാണെങ്കിൽ പോലും നമ്മൾ കറക്റ്റ് ആയിട്ട് ക്യാരക്ടറായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു സംഭവം. അതെ, അത് ശരിക്കും ഇപ്പൊ പറഞ്ഞപ്പോഴാണ് പാട്ടിന്റെ ഒക്കെ ബാക്കിൽ ഇതുപോലെ ഇപ്പൊ ഞങ്ങളൊക്കെ സിനിമ കാണുമ്പോ അവരെന്തായിരിക്കും സംസാരിക്കുന്നത്, നമ്മളങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പൊ ചിലപ്പോ അവര് സിനിമ ഒന്നായിരിക്കില്ല കാഷ്വലി. ഇപ്പൊ ഇവൻ അമരനില് പോലും SK ശിവകാർത്തികൻ സാറിന്റെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെയാ സംസാരിച്ചിട്ടുണ്ടെന്ന്. പിന്നെ മാക്സിമം പുള്ളിക്കാരനൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ആയതുകൊണ്ട് പുള്ളിക്കാരന്റെ മുഖത്തത് വരില്ല, ക്യാരക്ടറിൽ നിന്ന് മാറി ചെയ്യില്ല. കാരണം പുള്ളി ഒരു ആർമി ഓഫീസറാണ്, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പുള്ളി എന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു, പുള്ളിനെ പൃഥ്വിരാജ് എന്ന് വിളിച്ചോണ്ടിരുന്ന, കളിയാക്കി തമാശ കളിച്ചോണ്ടിരുന്ന. അപ്പൊ പുള്ളിയെ പൃഥ്വിരാജ് എപ്പടി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ എനിക്ക് ചിരിക്കാനും പറ്റില്ല, ഞാൻ മറ്റേ ഗൗരവമുള്ള ചേട്ടനാണല്ലോ. ഓക്കെ, ആ ഒരു പരിപാടി ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പൊ അമരൻ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മളിപ്പോ ശിവകാർത്തികേയൻ എന്നൊക്കെ നമ്മളിപ്പോ സിനിമയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ജേർണി നോക്കുകയാണെങ്കിൽ ഈ സ്ട്രഗിൾ ചെയ്ത് ഇപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തി എന്നുള്ളതാണ്. അമരൻ അത്രയും ഹിറ്റായി. അപ്പൊ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഭയങ്കര എന്ന് പറഞ്ഞാൽ പ്രേമലു വരുന്നതിന് മുമ്പാണ് അമരൻ സംഭവിച്ചത്. അപ്പൊ 18+ എന്നുള്ള സിനിമ OTT വന്നതിന് ശേഷമാണ് എനിക്ക് മെസ്സേജാ വന്നത്. ആദ്യം അമരനിലൊരു മലയാളി കുട്ടിയുണ്ട്, അസിസ്റ്റന്റ് അഖില എന്ന് പറഞ്ഞിട്ട്, തിരുവനന്തപുരത്ത് ഏരിയ. അപ്പൊ അഖിലയുടെ മെസ്സേജ് എനിക്ക് വന്നത്. ഇങ്ങനെ ഹായ്, ഞാൻ ഇന്ന രാജ്കമൽ ഇന്റർനാഷണലിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്, നമ്മളൊരു പടത്തിന് വേണ്ടിയിട്ട്
ഒരു നിങ്ങളുടെ കാസ്റ്റിന് കൺസൾട്ട് ഞാൻ വിചാരിച്ചു പിന്നെ രാജ് കമല് പോടന്നു എന്നുള്ള ലൈനായിരുന്നു. പിന്നെ ഞാൻ പോയി പുള്ളിക്കാരുടെ പ്രൊഫൈലൊക്കെ തപ്പിയപ്പോൾ സിനിമ റിലേറ്റഡ് പോസ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഉടായ്പ പരിപാടിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഉടനെ റിപ്ലൈ ഒന്നും ചെയ്തില്ല. പിന്നെ വീണ്ടും അങ്ങനെ രാജ് കമലിനെ ആലോചിച്ചിട്ട് ചെയ്ത് നോക്കാം ഇൻ കേസ് ഫ്രോഡ് പരിപാടികൾ ഒരുപാട് വരുമല്ലോ. അപ്പൊ അങ്ങനെ എന്റെ ഒരു ഫ്രണ്ടിനെ റീസെന്റ് സുധാ കൊങ്കരയുടെ ഓഫീസിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു, നമുക്ക് അറിയില്ലല്ലോ. പിന്നെ സംസാരിച്ചു, നമ്പർ എക്സ്ചേഞ്ച് ചെയ്തതിനു ശേഷം നമ്പർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുള്ളിക്കാരി വിളിച്ചൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ഉടായ്പായിരിക്കും, വേറെ നമ്പർ കിട്ടാനുള്ള പരിപാടി. പിന്നെ പുള്ളിക്കാരി വിളിച്ചു, സംസാരിച്ചു. വേറൊരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, പുള്ളിക്കൊന്ന് വീഡിയോ കോളിലൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഓക്കെ ശരിക്കുള്ളതാണ്. അപ്പോഴാണ് പറഞ്ഞ ശിവകാർത്തികൻ സാറാണ്, സായി പല്ലവി മാമാണ്, ഇങ്ങനെ കമൽ ഹാസൻ പ്രൊഡക്ഷൻ യു എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് പറഞ്ഞു ഞങ്ങൾ 18+, പുള്ളിക്കാരി 18+ കണ്ടിട്ട് പുള്ളിക്കാരിയാണ് ഡയറക്ടർ സജസ്റ്റ് ചെയ്തത്. ഏകദേശം ഒരു സിമിലർ എക്സ്റ്റൻഷൻ ക്യാരക്ടർ ആണല്ലോ, ബ്രദർ, ഒരു ചേട്ടൻ കുറച്ച് ദേശീയക്കാരനായിട്ടുള്ള. അങ്ങനെ പിന്നെ ഡയറക്റ്റ് ഷൂട്ടിൽ തന്നെ പോവുകയായിരുന്നു. പോയപ്പോ നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഫസ്റ്റ് സീൻ, പടത്തിലെ എന്റെ ഫസ്റ്റ് സീൻ തന്നെ ആയിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത്. സായി പല്ലവി മാം വന്നിട്ട് മുകുന്ദിന്റെ കാര്യം പറയുമ്പോൾ ദേഷ്യപ്പെടുന്ന. അപ്പൊ ഡയറക്ടർക്ക് ചെറിയൊരു സംശയം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ സോഫ്റ്റ് സ്പോക്കൺ ആയതുകൊണ്ട് ഞാൻ സെറ്റിൽ ചെന്നപ്പോ ഹലോ സാർ, ഞാൻ ശ്യാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഓക്കെ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഈ അഖിലോട് പറഞ്ഞു, ഇയാള് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ, ഇയാള് ചെയ്ത് ശരിയാകുമോ? കാരണം ചേട്ടൻ ഭയങ്കര കുറച്ച് ദേഷ്യക്കാരനാണല്ലോ, കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അവൾക്ക് ടെൻഷനായി. അവളൊന്നും എന്നോട് പറഞ്ഞു, ചേട്ടാ ഡയറക്ടർ ഇങ്ങനെ ഒരു പരിപാടി പറഞ്ഞു, ചേട്ടനെ കണ്ടിട്ട് ഭയങ്കര പാവമായിട്ട് ചേട്ടാ ചെയ്യണ ചേട്ടാ അങ്ങനെ. ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് ടെൻഷൻ, എന്റെ അമ്മ ഇത് ഇയാളിന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഭയങ്കര പരിപാടിയിലാണോ? പക്ഷെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞപ്പോഴേക്കും, ഷോട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഹാപ്പി. അപ്പൊ അവള് പറഞ്ഞു, ചേട്ടാ ഓക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മള് റിലാക്സ് ആയി, ഓക്കെ കുഴപ്പമില്ല. ഇപ്പൊ ഇവൻ ശിവകാർത്തികൻ സ്റ്റേജിൽ വരെ പറഞ്ഞു ജയിക്കണ കാര്യം അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് കണ്ടേന്നുള്ളത്. അതെ, അതാ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഈ ഫോറം മോളില് പ്രൊമോഷൻ വന്നപ്പോ എന്നോട് എങ്ങനെ പെരുമാറിയോ എന്ന് വെച്ചാൽ പ്രേമിൽ കണ്ടതിന് ശേഷം എങ്ങനെ പെരുമാറിയോ അന്നും അങ്ങനെ തന്നെയാണ് പെരുമാറിയ. അന്ന് മറ്റേ പുതിയ ആളാണല്ലോ, എന്താ പേര്, അങ്ങനെയൊന്നും അല്ല, ഹായ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് സംസാരിച്ച് എന്നോടും എന്റെ കൂടെ ബ്രദറായിട്ട് അഭിനയിച്ച പോള് നമ്മളോട് ഭയങ്കര കമ്പനിയായിട്ടാണ് പുള്ളി സംസാരിച്ചത്. കാഷ്വലി കുറെ നാളായിട്ടുള്ള ഫ്രണ്ട്സിനെ കാണുന്ന പോലെ. പിന്നെ പ്രേമില് കണ്ടിട്ട് പുള്ളിക്കാരനൊരു ട്വിറ്ററിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, പടം കണ്ടു നല്ലതാണ്, നമ്മളൊക്കെ ടാഗ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നൈസായിട്ട് റിപ്ലൈ പ്രതീക്ഷിച്ചില്ല. ഞാനിങ്ങനെ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, സാർ ഞാനിങ്ങനെ അമരല്ല സാറിന്റെ ബ്രദറിലായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി റിപ്ലൈ ചെയ്തു, യെസ് ഐ വാസ് ടെല്ലിംഗ് മൈ ഫ്രണ്ട്സ് ഓൾസോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. പിന്നെയാണ് ഈ ഫോർമുകളിൽ വന്നപ്പോഴും പുള്ളി പറഞ്ഞു, അങ്ങനെ കണ്ടപ്പോ വൈഫിനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അത് കാണിക്കുകയും ചെയ്തു. എന്റെ പേര് പറഞ്ഞ സമയത്ത് പുള്ളി ഇങ്ങനെ തിരിഞ്ഞിട്ട് തന്നെ നോക്കിയിട്ട് ഇങ്ങനെ തെലുങ്കില് വരെ ഇപ്പൊ ആൾക്കാർ കാണിച്ചോണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഈ സ്മ്യൂൾ എന്ന് പറയുന്ന ആപ്പിലൂടെ പാട്ട് പാടി തുടങ്ങിയതാണ് നമ്മളവിടെയാണ് തുടങ്ങിയത്, നമ്മുടെ പരിചയം അവിടെ. അതെ. അപ്പം ആ ഒരു എന്താ പറയണ്ടേ ജേർണി, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ ഒരു സോഷ്യൽ ലൈഫ് അപ്പം മുതലേ ഇങ്ങനെ അഭിനയം ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു, അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം അപ്പം മുതലേ ഉണ്ടോ? ഉണ്ടായിരുന്നു അഭിനയം. പക്ഷെ ഞാനത് എനിക്കറിയില്ല, ആ സമയത്ത് ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാനുള്ള എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്റെ ഒരു തിയറിയോ എന്തോ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മള് അഭിനയിക്കാൻ അതിലോട്ട് ഇറങ്ങുമ്പോൾ കുറച്ചെങ്കിലും ഒക്കെ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളൊരു പരിപാടി എനിക്ക് ഉണ്ടായിരുന്നു. വെറുതെ പോയിട്ട് അഭിനയിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുറെ ആൾക്കാരുടെ സമയം വേസ്റ്റ് ചെയ്യാണ്ട്. അപ്പൊ ഈ സ്മ്യൂളൊക്കെ അതിന്റെ ഒരു തുടക്കമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. സ്മ്യൂളിൽ പറഞ്ഞ പോലെ വീഡിയോ സോങ് എന്ന പരിപാടി ആദ്യം ഉണ്ടായിരുന്നല്ലോ, ആദ്യം ഓഡിയോ മാത്രമായിരുന്നു. അപ്പൊ വീഡിയോ സോങ് ചെയ്തു തുടങ്ങിയ ആൾക്കാരിൽ ഒരാൾ ഞാനാണ്. കുറച്ച് ആൾക്കാരാണ് ചെയ്തു തുടങ്ങിയത്. അപ്പൊ ഞാനാണ് ആദ്യമായിട്ട് ജാക്കറ്റ് ഒക്കെ ഇട്ട് മുക്കാബിലൊക്കെ പാടി അങ്ങനെയൊക്കെ പാടി തുടങ്ങി. പിന്നെ കുറെ എന്റെ ഫ്രണ്ട്സ് അതൊക്കെ കണ്ടിട്ട് അവര് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ചെയ്ത് കുറച്ച് കോൺഫിഡൻസ് വന്നു. സ്മ്യൂൾ എന്ന് പറയുന്നത് ഭയങ്കര അതിന്റെ ഒരു ബേസ് ആയിരുന്നു. കാരണം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി, നമ്മൾ സ്റ്റേജുകളിലൊക്കെ പോയി പെർഫോം ചെയ്തു, ഒരു ബാൻഡ് ഉണ്ടാക്കി. അതിനുശേഷം വേറൊരു തരംഗം വന്നു, ഈ പറഞ്ഞ പോലെ ഡബ് സ്മാഷ് മ്യൂസിക്കലി ആ തരംഗം വന്നു. അപ്പൊ പിന്നെ എല്ലാവരും ഷിഫ്റ്റ് ആയി. സ്മ്യൂളിലോട്ടായിരുന്ന എല്ലാ ആൾക്കാരും അഭിനയിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും ആ കൂട്ടത്തിൽ പോയി മെയിനായിട്ട് ലാലേട്ടന്റെ ദിലീപേട്ടന്റെ ഒക്കെ പരിപാടികളൊക്കെ ചെയ്തോണ്ടിരുന്നു ആ സമയത്ത് ഡബ് സ്മാഷ്. പിന്നെ എന്റെ ചെറിയ കുറച്ച് കണ്ടന്റുകൾ ഞാൻ കോമിക് മറ്റേ പാട്ടിന്റെ റിലേറ്റഡ് കുറെ സാധനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവൻച്വലി പൊന്മുട്ട എന്ന് പറയുന്ന ഒരു സാധനത്തിൽ എത്തി. പൊന്മുട്ടയിൽ വന്നത് തൊട്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മള് സീരിയസ് ആയിട്ട് ആക്ടിങ് എന്നൊരു പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായി. കാരണം ക്യാമറ ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നു, ചാർട്ടിങ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ആർട്ടിസ്റ്റുകളെ വിളിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഓക്കെ ഇതൊക്കെയാണ് ശരിക്കുള്ള പരിപാടി, മറ്റേ റൂമിലിരുന്നിട്ട് ചെയ്യുന്നതല്ല. അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇറങ്ങിപ്പോയിട്ട് സിനിമയിൽ ചെയ്യാൻ ഈസി ആയിരിക്കില്ല എന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്തു. പൊന്മുട്ട ഒരിക്കലും പറഞ്ഞ നമുക്കൊരു ആക്ടിങ് സ്കൂൾ പോലെ, ഒരു ഫിലിം സ്കൂൾ പോലെ തന്നെ ആയിരുന്നു. അവിടെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ
പ്രാക്ടിക്കലി മനസ്സിലാക്കി തുടങ്ങി. അതെ. ഇപ്പൊ ആഗ്രഹിച്ചതൊക്കെ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇപ്പം കെന്നി സെബാസ്റ്റ്യന്റെ കോമഡി സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ കണ്ടപ്പോ എന്തെങ്കിലുമൊക്കെ അല്ലെ യൂട്യൂബിൽ ഒരു തമാശ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പൊന്മുട്ട എത്തി, അല്ലെങ്കിൽ അതിനുശേഷമുള്ള കുറെ വീഡിയോസ് സ്ക്രിപ്റ്റ് ചെയ്ത് തമാശ റോളുകൾ ചെയ്യുന്നു എല്ലാം നമ്മൾ കാണുന്നു. അതിനുശേഷമാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സിനിമ കണ്ടിട്ട് എന്തെങ്കിലും ദിലീഷ് വർക്ക് ചെയ്യണം, അങ്ങനെ പ്രേമലു സംഭവിച്ചു. ഇനി അടുത്തൊരു ആഗ്രഹം എന്താണ്? ഇല്ല, ഞാൻ ആഗ്രഹങ്ങൾ പറഞ്ഞു നടക്കാറില്ല. അല്ല, അങ്ങനല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറയുന്ന പോലെ നല്ല സിനിമ, ഒരു പ്രേമലു പോലൊരു സിനിമ സംഭവിച്ചത് ഭയങ്കര ഒരു എല്ലാവർക്കും കിട്ടാത്തൊരു ബ്രേക്കാണ്. ഒരുപാട് ആൾക്കാർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാഷനേറ്റ് ആയിട്ട് അഭിനയിക്കാനും പല ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കഥ പറയാൻ വരുമ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് അവരിങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്ന് കേൾക്കാമോ ബ്രോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോ ഭയങ്കര ഇതായിട്ട് തോന്നും. കാരണം നമ്മൾ ഒരു സമയത്ത് ഇതുപോലെ ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടാ എന്നോട് എന്നെ കൂടെ ഒന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് ബ്രോ ഒന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു, അപ്പൊ നമുക്ക് അവരുടെ സ്റ്റേറ്റ് മനസ്സിലാവും എന്ത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ചോദ്യം? ആഗ്രഹം അടുത്തത് എന്താണ്? ആഗ്രഹം അല്ല, അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പോവാന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അത്യാഗ്രഹങ്ങളൊന്നും ഇല്ല. നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക. ശരിക്കും ഇപ്പം ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് കഥകൾ കേൾക്കാൻ പറയുന്നു. അപ്പം ഈ ഒരു ജേർണി ഇവിടെ എത്തി നിന്ന് തിരിച്ചു നോക്കുമ്പം, കാരണം ഇപ്പൊ നമ്മള് ഓട്ട മത്സരത്തിൽ വെറുതെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ലല്ലോ, ഒരേ ട്രാക്കിൽ ഒരു സ്പീഡിൽ ഓടിയാൽ ഫസ്റ്റ് എത്തും എന്നല്ലേ. അപ്പൊ ഈ ഒരു ഓട്ടം കറക്റ്റ് ആയിന്ന് തോന്നുന്നുണ്ടോ? കറക്റ്റ് ആയിന്ന് എനിക്ക് ചില സമയം നമുക്ക് എപ്പോഴും ഇപ്പൊ 2015 ഞാൻ ജോലി റിസൈൻ ചെയ്ത് ബോംബെ നിന്ന് കൊച്ചിയിലോട്ട് വരുന്നത്. അപ്പൊ ആ സമയത്ത് പറഞ്ഞ പോലെ വ്യക്തമായിട്ടൊരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ ഒരു 9 to 5 അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോബ് പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പറഞ്ഞ പോലെ യൂട്യൂബ് എന്തെങ്കിലുമൊക്കെ. പക്ഷെ അപ്പൊ പോലെ എനിക്ക് അങ്ങനെ ഒരു യൂട്യൂബ് ഒരു ചാനൽ തുടങ്ങാനുള്ള അറിവോ, അല്ലെങ്കിൽ അതിന് ക്യാമറ വേണം, കാര്യങ്ങൾ വേണം, എഡിറ്റർ വേണം, ആ പരിപാടികളൊന്നും എനിക്കൊരു അങ്ങനെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല. എഡിറ്റിംഗ് കോഴ്സോ ഫിലിം മേക്കിങ്ങിന്റെ ഒന്നും പഠിച്ചിട്ടില്ല. അത് കാരണം അതും അറിയില്ല. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഡബ് സ്മാഷ് പോലുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോ അത് ചെയ്തു തുടങ്ങിയത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് വീണ്ടും ചോദ്യം പറഞ്ഞു. അല്ല, ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ജേണി. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 9 വർഷം എടുത്തു പ്രേമലുവിലെത്താൻ. പക്ഷെ ആ ഒരു 9 വർഷം ഈ പറഞ്ഞ പോലെ ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ വേണ്ട വേറെ എന്തെങ്കിലും, ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വീട്ടിലിരുന്ന് അങ്ങനത്തെ സാലറി കിട്ടുന്ന ജോലികളൊക്കെ ഒരു സമയത്ത് സെർച്ച് ചെയ്തിട്ടുണ്ട്. 2017 ഗോപിക ഈ പറഞ്ഞ പോലെ ഗോപികയായിട്ടൊരു പരിചയപ്പെടുന്നത് ഈ സ്മ്യൂൾ വഴി. പക്ഷെ അവൾ ഭയങ്കരമായിട്ട് ആ സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വേണ്ട, അത് ചെയ്യണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പോക്കറ്റ് മണിയൊക്കെ എനിക്ക് തരുമായിരുന്നു. പുള്ളിക്കാരി ആ സമയത്ത് ഒരു കുഞ്ഞു ജോബ് ചെയ്യുമായിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ള പോക്കറ്റ് മണി എനിക്ക് തരും. പിന്നെ പറഞ്ഞ പോലെ പൊന്മുട്ട വിട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ നിന്നൊക്കെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പൊന്മുട്ട നിർത്താൻ കാരണം സാച്ചുറേറ്റ് ആയി. ഇനിയും യൂട്യൂബിൽ തന്നെ നിൽക്കാണ്ട് അടുത്ത പരിപാടികളിലോട്ട് കയറണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പൈസ ഒട്ടും ഉണ്ടായിരുന്നില്ല. പൊന്മുട്ട നിന്നപ്പം വരുമാനം നിന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ വന്ന യൂട്യൂബ് ചാനലുകളിലൊക്കെ പോയി അഭിനയിച്ചിരുന്നെങ്കിൽ പൈസ കിട്ടിയേനെ. പക്ഷെ അപ്പം ഞാനും അവളും കൂടെ എടുത്ത ഡിസിഷനാണ് വേണ്ട. കാരണം എല്ലാത്തിലും കയറി നമ്മൾ ഒരേ സാധനം ചെയ്ത് നമ്മൾ സാച്ചുറേറ്റഡ് ആവും. പിന്നെ ആൾക്കാർക്ക് എല്ലാത്തിലും ഇത് തന്നെയാണല്ലോ എന്നുള്ളൊരു സാധനം വരും. അപ്പൊ അങ്ങനെ കുറെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് ലൈഫിൽ. വേണ്ടാന്ന് വെക്കാൻ, പൈസക്ക് വേണ്ടി വർക്കുകൾ ചെയ്യാണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ വേണ്ടാന്ന് വെച്ചത് കൊണ്ടായിരിക്കാം. അപ്പൊ എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോ തോന്നുന്നു കറക്റ്റ് ആയിരിക്കാം. ഇപ്പം നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ശ്യാമെന്ന് എനിക്കറിയാം. എങ്ങനെ ഇപ്പൊ നോ പറയുന്ന കുട്ടി ഇന്റർവ്യൂവിന് എങ്ങനെ നോ പറയും? ഇപ്പൊ നോ പറയാനൊക്കെ പഠിച്ചു. ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുമ്പം അതെനിക്ക് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് മാറിയോ? ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമ്മളത് പറയേണ്ടടുത്ത് പറയേണ്ടി വരും. സുരാജ് ചേട്ടനൊക്കെ ഇപ്പൊ റീസെന്റ് നമ്മള് പ്രൊമോഷൻ ഷൂട്ട് ചെയ്യുമ്പോഴും പറഞ്ഞു ഇനി ഒരുപാട് നോ പറയേണ്ടിയിരിക്കുന്നു എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു. അപ്പൊ ഞാൻ വളച്ചൊടിച്ചൊക്കെ പറയാൻ നോക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നമുക്കത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് പറയും. കാരണം അവര് വെയിറ്റ് ചെയ്ത് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ യെസ്, ചിലപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നൊക്കെ വിചാരിച്ച് അവർക്ക് ഒരു പ്രതീക്ഷ ആവശ്യമില്ലാണ്ട് ക്ലിയർ ആയിട്ട് തന്നെ പറയുക. പക്ഷെ എനിക്കിങ്ങനെ അടിച്ച് മുഖത്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ എന്ന് പറയാനും അറിയില്ല. അപ്പൊ ഞാൻ ചേട്ടാ അത് എനിക്ക് അത്ര വർക്കായില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി അല്ല നോക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് പറയും. ഇപ്പൊ ചിലർ വീണ്ടും പറയും ബ്രോ ഒന്നുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും ബ്രോ എനിക്കത് തോന്നാഞ്ഞിട്ടാണ്. കാരണം നമുക്കും ചെയ്യാൻ ഒരു നമ്മൾ ഇഷ്ടമില്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഗുണം ഉണ്ടാവില്ല എന്നുള്ളൊരു അങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പൊ സിനിമയിലൊരു സ്റ്റാർട്ടിങ് കിട്ടാനല്ല പാട്, അതിൽ നിലനിൽക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പറയുമല്ലോ. അപ്പൊ ഈ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം എത്രമാത്രം അടുത്ത സിനിമകൾ ചൂസ് ചെയ്യുന്നതിന് അത് ഭയങ്കര ബാധിച്ചിട്ടുണ്ട്? അതുകൊണ്ട് അത് ഭയങ്കര ഒരു ബാധ്യതയാണ്. പക്ഷെ അങ്ങനെ ഒരു ഞാൻ പറയുന്നത് എന്തെങ്കിലും ചെയ്യാൻ ഡിഫറെന്റ് ആയിട്ടൊക്കെ ഇപ്പൊ എല്ലാ പടത്തിലും നമുക്ക് ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടർ കിട്ടണമെന്നൊന്നുമില്ല. ചില ക്യാരക്ടർക്ക് സിമിലർ ഷെയ്ഡ്സ് ഒക്കെ വരാം.
എന്നാലും മാക്സിമം നമ്മളത് എങ്ങനെ നല്ല ക്യാരക്ടേഴ്സും നല്ല ഫിലിം മേക്കേഴ്സിന്റെ കൂടെ സെലക്ട് ചെയ്ത് നല്ല പടങ്ങൾ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അത്രയും സെലക്റ്റീവ് ആയോടാ നീ എന്നൊക്കെ ചോദിക്കുമായിരിക്കാം, പക്ഷെ അതൊരു ഫാക്റ്റ് ആണ്. നമ്മളത് സെലക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു 1-2 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾക്ക് പിന്നെ പടം ഇല്ലാണ്ടാവും. ഈ പറഞ്ഞ പോലെ കുറെ പടങ്ങൾ വാരി വലിച്ച് ചെയ്യാൻ തുടങ്ങിയ കാര്യമില്ല. അപ്പൊ നമ്മൾ കുറച്ച്, പക്ഷെ എനിക്ക് അത്യാവശ്യം വരുന്നതൊക്കെ നല്ല പരിപാടികളൊക്കെ തന്നെയാണ്. ഒരേ ഷെയ്ഡ് ഒരേ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പ്രേമല് പോലെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പോലെ ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് പല ടൈപ്പ് പരിപാടികളും സീരിയസ് ക്യാരക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിശയിച്ചിട്ടുണ്ട്. പല പേര് ഞാൻ ആരോടും പറയുന്നില്ല, അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കിഡിലം റൈറ്റേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെ പടമൊക്കെ എനിക്ക് വന്നു. പലതും എനിക്ക് ഈ പറഞ്ഞ പോലെ വേറെ പടങ്ങൾ ഓൾറെഡി ചെയ്തിരുന്നതുകൊണ്ട് എനിക്കത് പറയേണ്ടി വന്നു. ഭയങ്കര വിഷമിച്ചാണ് ഞാൻ പറഞ്ഞത്, ചേട്ടാ എനിക്ക് ആ സമയത്ത് വേറെ പടം ഉണ്ട് ചേട്ടാ. പക്ഷെ അതൊക്കെ ഞാൻ ആലോചിച്ചു, ഇവരൊക്കെ എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ ഒരു പ്രേമലു ജോണറോ അല്ലെങ്കിൽ പ്രേമലു പോലത്തെ പടങ്ങൾ എഴുതുന്ന ആൾക്കാരല്ല, വേറെ നമ്മൾ കണ്ട് ഇമോഷണലി ഒക്കെ ഭയങ്കര തകർന്നു പോകുന്ന പടങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പലരും, മാസ പടങ്ങളൊക്കെ എഴുതിയിട്ടുള്ള. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ആൾക്കാർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതെ, ആൾക്കാർ നമ്മളെപ്പോൾ പുതിയൊരാളെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടറിന്റെ ഒക്കെ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നസ്ലിന്റെ കൂടെ 3ാമത്തെ പടമാണ് അല്ലേ ഇത്? നസ്ലിന്റെ കൂടെ അതെ പത്രോസിന്റെ പടപ്പുകൾ, 18+ പ്രേമലു. അപ്പം എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, ഈ 3 സിനിമ ഒരുമിച്ച് അഭിനയിച്ചത്? നസ്ലിൻ എന്റെ ലക്കി ചാം നമ്പർ 2, ലക്കി ചാം നമ്പർ 1 വൈഫാണ്. അല്ലെങ്കിൽ കേട്ടില്ല. അല്ല, നസ്ലിനായിട്ടും ഈ പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റ് പടത്തിലും പൂജയ്ക്ക് ആദ്യം പൂജയുടെ അന്നാണ് ഞാൻ നസ്ലിനെ കാണുന്നത്. അപ്പം നമുക്കറിയാം നസ്ലിൻ അന്നേ നമുക്കറിയാലോ, അവൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിച്ചു, ഞാൻ കാണാറുണ്ട് പൊന്മുട്ടല്ലേ, അത് വല്ല രസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മളിങ്ങനെ നിൽക്കണം, നസ്ലിനെ കണ്ടു നസ്ലിൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അന്നോട്ടുള്ള കണക്ഷനാണ്. സിനിമയിൽ എനിക്ക് ആദ്യത്തെ ചവിട്ടിയിടുന്ന നസ്ലിന്റെ പത്രോസിൽ അവൻ എന്നെ ചവിട്ടിയിടുന്ന ഒരു സീനുണ്ട്, നല്ല ചവിട്ടായിരുന്നു. വീട്ടിൽ പോയി മുട്ടയൊക്കെ അവൻ തന്നെ പറഞ്ഞു, മുട്ട കുടിച്ചോട്ടാ പോയിട്ട്. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് രണ്ടാമതൊരു നല്ലൊരു ക്യാരക്ടർ ശരിക്കും കിട്ടുന്നത് 18+ എന്ന് പറയുന്ന ഒരു പടത്തിലാണ്, ADJയുടെ അരുൺ ഡി ജോസിന്റെ പടം. അപ്പൊ അതിൽ നസ്ലിനായിരുന്നു നായകൻ. എന്ന് വെച്ചാൽ 18+ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ ആൾക്കാർ പുറത്തൊക്കെ പോകുമ്പോൾ സിനിമയിലുള്ള ആളാണോ അനുഭവം, നമുക്ക് പൊന്മുട്ടയുടെ കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ പൊന്മുട്ട കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരങ്ങനെ കുറെ ആൾക്കാർ തിരിച്ചറിഞ്ഞത് മറ്റേ നസ്ലിന്റെ പടത്തില് അതല്ലേ നായികയുടെ ചേട്ടൻ, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഓഫ് കോഴ്സ് പ്രേമലു, അത് നസ്ലിൻ ഉള്ള പടമാണ്. അപ്പൊ എന്റെ ലക്കി ചാം എനിക്ക് തോന്നുന്നു നസ്ലിനും സിനിമയിലെ ലക്കി ചാം നസ്ലിനായിരിക്കും. ഇപ്പൊ നസ്ലിനായിട്ടൊരു പടം എനിക്ക് മിസ്സായി. നേരത്തെ പറഞ്ഞ ലിസ്റ്റിന്റെ കൂട്ടത്തിൽ നസ്ലിനായിട്ട് ഒരു പടം ന്യൂസ് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് പടം. നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആക്ച്വലി നമുക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്കറിയാം ഓഫ് സ്ക്രീനും നിങ്ങൾ ഭയങ്കര, കാരണം റീൽസും അതൊക്കെ ഈ പ്രൊമോഷന്റെ ഇടയ്ക്ക് നിങ്ങൾ സംസാരിക്കുന്നതും ചിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ട്രെൻഡിങ് ആയി വൈറലായി ഞങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ഒരു റീൽസ്, കെട്ടിപ്പിടിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ചായ കാണിച്ചു കൊടുക്കുന്നു, അതന്നെ 18 മില്യണൊക്കെ. ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഞാൻ അറിയുന്നില്ല, നമ്മളിരുന്ന് നോക്കാണ്ടിരിക്കുന്നു. എല്ലാവരും ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കും, ആൾക്കാർ വെറുതെ പറയും ഞാൻ ഇൻസ്റ്റാ നോക്കാറില്ല, അതൊക്കെ നമ്മളൊക്കെ കുത്തിരുന്ന് നോക്കും, ആര് കമന്റ് ചെയ്യുന്നുണ്ട്, എത്ര ലൈക്ക് പോയിട്ടുണ്ട്. നസ്ലിനൊക്കെ അങ്ങനെ അവരത്ര യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. നസ്ലിൻ അങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ കുത്തിയിരിക്കുന്ന ആൾക്കാരല്ല, ഞാനൊക്കെ നല്ലോണം. ഇപ്പം സ്ക്രീനിൽ തന്നെ ഭയങ്കര ലൈക്കബിൾ ആണ് നസ്ലിൻ വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം റിയൽ ലൈഫിലും അങ്ങനെ ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു, നമുക്കൊരു ബ്രദർ എന്ന് പറയുന്ന രീതിയിൽ ഇഷ്ടമുള്ളവര്. ഇപ്പൊ അവളാണ്, ഗോപിക്കാണേലും പറയുന്നത് എന്ത് നല്ല പയ്യനാണല്ലേ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുട്ടി എന്ന് തോന്നുന്ന ഒരു ഫീലാണ്. കാരണം ആദ്യം മുതൽ അവനാണ് അങ്ങനോട് പെരുമാറിയിട്ടുള്ള, അങ്ങനെയാണ്, ഭയങ്കര കൺസിഡറേഷൻ ഉള്ള ആളാണ്. ഇപ്പൊ നമ്മൾ കയറാനിരിക്കുമ്പോ അവനൊരു ചായ പറയണമെന്ന് നമ്മളോട് ചോദിക്കാണ്ട്, വേണോ കുടിക്കോ ചായ വേണോ, എല്ലാവരോടും ചോദിക്കുക. അല്ലാണ്ട് ചേട്ടാ ഒരു ചായ, അങ്ങനെ അല്ല, അവൻ എല്ലാവരോടും ചോദിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും. പ്രൊമോഷൻ 18+ പ്രൊമോഷനൊക്കെ പോകുമ്പോ തന്നെ ഞാനൊക്കെ ബാക്കിലാണ് നടക്കാം, അവൻ എന്നെ പിടിച്ച് ഫ്രണ്ടിൽ നടക്കുക പറഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ടിൽ പിടിച്ച് കയറ്റി നടത്തും. അങ്ങനത്തെ ഒരു ചെയ്യേണ്ട ആവശ്യമില്ല അവന്, കാരണം ഞാനാണ് നായകൻ, നല്ല ലൈനിൽ വേണമെങ്കിൽ നടക്കാം. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഭയങ്കര എനിക്ക് അവനോട് ആ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ നമ്മള് വീട്ടിലൊക്കെ പോയി പ്രേമലുവിന്റെ പ്രൊമോഷന്റെ സമയത്ത്, അപ്പൊ വീട്ടുകാരെയൊക്കെ കണ്ടു. അപ്പൊ എന്റെ പാരന്റ്സ് മരിച്ചതാണ്. അപ്പൊ ആ കാര്യമൊക്കെ ഞാൻ അവന്റെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ പോകാൻ നേരത്തെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഫാമിലി കണ്ടപ്പോ നമുക്ക് മനസ്സിലായി വീട്ടുകാരുടെ ഒരു എല്ലാം ഭയങ്കര ലവിങ് ഫാമിലിയാണ്. അപ്പൊ ആ ഒരു ഗുണം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം സിനിമ എന്നുള്ളതിനും യൂട്യൂബ് ഒക്കെ മാറ്റി വെച്ചാല് ഇങ്ങനെ പാട്ടുകൾ മിക്സ് ചെയ്ത് പാടുക, കണക്ട് ചെയ്ത് പാടുക, അത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നല്ലോ. എനിക്കൊന്ന് ചവർ സോങ് വൈറലായ ഒരു വൈറൽ ചവർ സോങ് കണ്ടിട്ടാണ് ആദ്യമായിട്ട് ശ്യാം പുഷ്കരൻ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നത്. എന്താ വിളിയാർമേ, ശ്യാമയെ കലക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ എനിക്ക് അയച്ചായിരുന്നു. ഈ ചവർ സോങ് കണ്ട് മ്യൂസീഷ്യൻസ് കുറെ പേര്
ആ, ആ, ചീത്ത വിളിച്ചോ അതോ തമാശ? ഇല്ല ഞാൻ ശരിക്കും അത് ചെയ്ത സമയത്ത് വിചാരിച്ചു ചിലപ്പോ ഒരുപാട് ആൾക്കാർക്ക് അത് കാരണം ഞാൻ ആക്ച്വലി പ്രത്യേകിച്ച് കണ്ടപ്പോ വിചാരിച്ചു ഈശ്വരാ. കാരണം ഹരീഷ് ഏട്ടനെ എല്ലാവരും അതിൽ ടാഗ് പറയുന്നുണ്ടായിരുന്നു. ആ, ഹരീഷ് ശിവരാമകൃഷ്ണൻ ഇത് അവനിട്ടുള്ള പണിയാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു സിംഗറാണ് പുള്ളി. പുള്ളി ഭയങ്കര സ്പിരിറ്റിൽ എടുത്ത് ഞാൻ പുള്ളിയെ കണ്ടപ്പോ പറഞ്ഞു, എടാ ഞാനിപ്പോ ശ്രീരാഗം പാടാൻ സ്റ്റേജിൽ കയറുമ്പോ നിന്നെ ആലോചിക്കാതെ നിന്റെ പരിപാടി ഞാൻ ആലോചിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഇപ്പൊ തൈക്കുടം പ്രജി ടീമാണെങ്കിലും അവരൊക്കെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഭയങ്കര ഫാനാണ് നിങ്ങൾ ഈ പരിപാടികൾ വീഡിയോസിന്റെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും ആ സ്പിരിറ്റിലെടുത്ത ജാസി ചേട്ടൻ, ജാസി ഗിഫ്റ്റ്, പിന്നെ വേണുഗോപാൽ സാർ ഓഫ് കോഴ്സ് പുള്ളി വിളിച്ചിട്ട് നമ്മളൊരു കൊളാബറേഷൻ. അതന്നെ ഞാൻ കണ്ടു വീഡിയോസ്. അത് അങ്ങനെ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ ചെയ്ത് തുടങ്ങിയ ഒരു സമയത്ത്? ഇല്ല, നമ്മള് വെറുതെ ആ കോവിഡ് സമയത്ത് ഒരു പണിയില്ലല്ലോ, എന്ത് ചെയ്യാന്നല്ല. കാരണം പൊന്മുട്ടയുടെ ഷൂട്ട് ആ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്ന കാരണം. അപ്പൊ ഈ പറഞ്ഞ വീട്ടിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാന്നൊക്കെ വിചാരിച്ച 1-2 വീഡിയോസ് ചെയ്തു. അപ്പൊ അത് റെസ്ട്രിക്റ്റഡ് ആയി പോകും, നമുക്ക് ഭയങ്കര ഐഡിയാസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ആ സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേഴ്സണൽ കണ്ടന്റ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ 2-3 ചെയ്തപ്പോഴാണ് ഈ ചവർ സോങ് എന്നുള്ള സാധനം കയറി കൊളുത്തിയത്. അതേപോലെ ഈ പാട്ട് തുടങ്ങി അടുത്ത പാട്ടിലേക്ക് കണക്ട് ആവുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് അത് ചെയ്തു തുടങ്ങാൻ, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എവിടെ നിന്നാണ്? അത് കോളേജിലൊക്കെ നമ്മള് ചെയ്തിരുന്ന പരിപാടിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു പാട്ട് ഫ്യൂഷൻ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മിഥുൻ എന്ന് പറഞ്ഞിട്ട്, ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഞാനും അവനും കൂടെ മെയിൻ ആയിട്ട് ക്ലാസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ സോഷ്യോളജി ആയിരുന്നു. ഞാൻ ഏറ്റവും പുറകിലായിരിക്കും, ഞാൻ പാടും, അവൻ ഇരുന്നിട്ട് കൊട്ടും, താളം ഇടും, അല്ലെങ്കിൽ മറ്റേ വാഗുണ്ട് ഓർഗൻ വായിക്കും. കീബോർഡ് പ്ലെയർ ആണ്, മ്യൂസിക് ഡയറക്ടറൊക്കെയാണ്. അപ്പം ഞാൻ പാടുന്നതിന്റെ മറ്റേ പാർട്സും കോഡ്സും ഒക്കെ അവൻ വാഗുണ്ട് വായിക്കും അല്ലെങ്കിൽ ചെയ്യും. എന്നിട്ട് ഞാൻ പാടി തുടങ്ങുന്ന പാട്ടിന്റെ വേറെ പാട്ട് അവൻ പാടും. അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ പണ്ടുപോലെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു സാധനം മനസ്സിൽ കിടന്നു. പിന്നെ നമ്മൾ ഈ സ്മ്യൂളിന്റെ ഒരു ഗ്യാതറിങ് ഉണ്ടായിരുന്ന സമയത്ത്, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മെയിൻ പണി ഇതാണ്. ആരെങ്കിലും ഒരു പാട്ട് പാടുമ്പോൾ ഞാൻ അതിന്റെ വേറൊരു പാട്ട് പാടാം. അതേപോലെ ഇവനെ കൊണ്ട് വയ്യ, ഒരു പാട്ട് പാടാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു ലൈനാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് അത് തന്നെ നമുക്കൊരു കണ്ടന്റ് ആക്കി ചെയ്തുകൂടാ, അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ അതിന്റെ പ്രസന്റേഷനും കാരണം മുഖത്തുള്ള എക്സ്പ്രഷൻ, കാരണം നമ്മളും അറിയില്ല പാട്ട് മാറിയത്, പിന്നെ എക്സ്പ്രഷൻ അയ്യോ ഇത് വേറെ പാട്ടാണല്ലോ, അതും പ്രസന്റേഷനും കൂടെ കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് അങ്ങനത്തെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ നൈസായിട്ട് നിർത്തിയത്. എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടല്ലോ, പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര കേട്ടോ. അതായത് ഇപ്പം ഒരു സാധനം തുടങ്ങി അത് എവിടെ നിർത്തണം എന്നൊരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര കഴിവാണ്. ചിലർ അതിൽ തന്നെ നമ്മളിങ്ങനെ പിടിച്ചിരിക്കും. കാരണം അത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ജേണിയിൽ എനിക്ക് അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ. എന്തൊക്കെ നിർത്തേണ്ട സമയത്ത് പലതും ഞാൻ കൃത്യമായിട്ട്, ഇപ്പൊ യൂട്യൂബ് ആണെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നിർത്തി. ഓക്കെ, ഇനി ഇതിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ആൾക്കാർക്ക് പിന്നെ മടുക്കാൻ തുടങ്ങും, ഇത് എല്ലാ ആഴ്ച ഇത് തന്നെയാണല്ലോ എന്നുള്ള സാധനം. അങ്ങനെയാണ് ഞാൻ പൊന്മുട്ട നിർത്തിയിട്ട് പിന്നെ എനിക്ക് അടുത്ത കരിക്കുലം എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നിഖിലിനെ അപ്രോച്ച് ചെയ്തിട്ട് ബെറ്റർ ഹാഫ് എന്നുള്ള ഒരു സീരീസ് പുള്ളി പറഞ്ഞ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ബെറ്റർ ഹാഫ് എന്നുള്ള സീരീസ് ഉണ്ടായത്. പിന്നെ അവരുടെ തന്നെ ഒരു മണി ഹേസ്റ്റിന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ നമ്മൾ ചെയ്തു, ഞാൻ വിഷ്ണു അഗസ്തിയൊക്കെ ആയിട്ടുള്ള ഒരു സാധനം. അപ്പൊ ആ ആഗ്രഹവും ഈ പറഞ്ഞ പോലെ പൂർത്തിയാക്കി കരിക്കുലം ചെയ്തു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ഇപ്പത്തെ ട്രെൻഡാണ് ഇല്ലുമിനാന്റി എന്ന് പറയുന്നത്. ഇല്ലുമിനാന്റി ആയിട്ടോ ഞാൻ ഭയങ്കരമായിട്ട് ആകർഷിച്ചെടുക്കുന്നതാണ്, വല്ലാത്തൊരു ആകർഷണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗോപികയുടെ പേര് പറഞ്ഞു. അപ്പം ഇവര് അതെ, അതാണല്ലോ ശാസ്ത്രം. അപ്പൊ പറയൂ, ഗോപിക എങ്ങനെയാണ് ജീവിതത്തിലേക്ക് വന്നത്? സ്മ്യൂള് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞ പോലെ. അതെ, ഞാൻ എനിക്ക് തോന്നുന്നു പാതിരാമഴ ഏതോ എന്നുള്ള ആ പാട്ട് ഭയങ്കര ലൈഫിൽ ഭയങ്കര ഇതാണ്. കാരണം ആ പാട്ടിന്റെ ഞാനൊരു ഇൻവൈറ്റ് ഇട്ടിരുന്നു. സ്മ്യൂളിൽ ഇൻവൈറ്റ് ഇടുക എന്നാ പറയാം, നമ്മളൊരു പാട്ട് പാടിയിടും, ആൾക്കാർക്ക് അതിലൊന്ന് ജോയിൻ ചെയ്യാം, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ ഇൻവൈറ്റ് ഇട്ടപ്പോൾ അതിൽ വന്ന് ജോയിൻ ചെയ്ത ഒരു കുട്ടിയുടെ പേരാണ് ഗോപിക മോഹൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി നല്ല രസമാണ്, പുള്ളിക്കാരിയുടെ പാട്ടും കാരണം ഒരു ചിത്രാമ്മയുടെ ഒക്കെ ഒരു വകഭേദം എന്ന് പറയാം, നമ്മളങ്ങനെ പറയുന്നത്. ജൂനിയർ ചിത്ര ചേച്ചി വിളിക്കും, അവള് സമ്മതിക്കില്ല. അപ്പൊ ഞാനിങ്ങനെ എന്റെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഞാനിങ്ങനെ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, നോക്കടാ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, ചിത്ര ചേച്ചിയുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ആളിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ടാ പാടി. അപ്പൊ എനിക്ക് എന്നെ നോക്കുന്ന പോലെയൊക്കെ തോന്നി. ഞാൻ പറയാം പുള്ളിക്കാരി എന്നെ നോക്കി തന്നെ ഇരുന്നു. അങ്ങനെ നമ്മള് പിന്നെ ഞാൻ പുള്ളിക്കാരിനെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. നമ്മൾ അങ്ങനെ നല്ല സിംഗേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് നമുക്കൊരു ബാൻഡ് പോലെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല പാട്ടുകൾ പാടുക. ആ 2-3 വർഷം ഫുള്ളി മ്യൂസിക്കലി പരിപാടിയായിരുന്നു. അങ്ങനെ ഗോപിക ആയിട്ട് കണക്ട് ആയതാണ്. പാട്ടുപാടി. പിന്നെ പുള്ളിക്കാരി ട്രിവാൻഡ്രാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് ട്രിവാൻഡ്രം കൊച്ചിയായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ നമ്മുടെ ഇടയ്ക്ക് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു, ഈ പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പുകളുടെ. ഇങ്ങനെ പാട്ടുപാടി പാട്ടിലാക്കി. ഇപ്പം ഈ കണക്ട് ചെയ്ത് പാടുന്ന എന്തെങ്കിലും ഒരു സാമ്പിൾ ഇവിടെ പാടാവോ? മറന്നുപോയി ഞാൻ, എന്തൊക്കെയോ ഉണ്ടായിരുന്നത് കുറെ. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്ങപ്പുലി, കണ്ണിൽ കാണാ കിന്നാരം.
രണ്ട് പാട്ടായിരുന്നു. ഒന്നും കൂടി പാടോ? വാളെടുത്താൽ അങ്കക്കലി, വേളെടുത്താൽ ചിങ്ങപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. ഇതാണ് പാട്ട്. ശരിക്കും കാക്കൊത്തിക്കാവിലെ കാവതിക്കാക്കും കായുളരമ്പിലെ കണ്ണിലെ കണ്ണിൽ കാണാക്കിന്നാരം. വാളെടുത്താൽ അങ്കക്കലി, വേളെടുത്താൽ ചിങ്ങപ്പുലി, കണ്ണിൽ കാണാക്കിന്നാരം. ഓ എന്റെ അമ്മേ, ഇതാണ് വല്ലാത്ത. എനിക്കൊന്ന് പാട്ടിന് ഇത്രയും ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ ഒരു കണക്ഷൻ. വേറെ പണിയൊന്നും ഇല്ലെങ്കിലും ചെയ്യാം. ഒരു പണിയില്ലാണ്ട് കുത്തിയിരുന്ന സമയത്താണ് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ഇനി പുതിയ സിനിമകൾ? ഇനി ഈ പറഞ്ഞ പോലെ 20-ാം തീയതി ED റിലീസ് ആവുന്നുണ്ട്. 20-ാം തീയതി എന്റെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെയാണ്, ബർത്ത്ഡേയും കൂടെയാണ്. ബർത്ത്ഡേക്ക് ഒരു റിലീസ് ഉള്ള ആദ്യത്തെ നടൻ എന്നൊക്കെ. അതെ. ED കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ളത് ഈ റൊമാൻസ് ആണ് ഫെബ്രുവരി. അതിന് മുമ്പ് ചിലപ്പോ പെറ്റ് ഡിറ്റക്റ്റീവ് എന്നൊരു ഫിലിം ഉണ്ട്, അതിന്റെ റിലീസ് അറിയില്ല എപ്പോഴാണ്. റൊമാൻസ് ഫെബ്രുവരി 14-നാണ് റിലീസ്. നമ്മുടെ അർജുൻ അശോകൻ, മാത്യു, അമൽ ഡേവിസ്, സംഗീത്, മഹിമ ഉണ്ട്, ഷാജോൺ ചേട്ടൻ ഉണ്ട്, ബിനു പപ്പു, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉള്ള പടമാണ്. 18+ സെയിം ഡയറക്ടറാണ് അരുൺ ഡി ജോസ്. പുള്ളിയുടെ രണ്ടാമത്തെ പടത്തിലാണ് ഞാനിപ്പോ അഭിനയിക്കുന്നത്. വെച്ചാൽ പുള്ളിയുടെ കൂടെ രണ്ടാമത്തെ പടത്തിലാണ് അഭിനയിക്കുന്നത്. പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് ഒരു ഫുൾ ഫൺ പടം തന്നെയാണ്. ഷറഫിക്കാണ് ലീഡ്, ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ, ഒരുപാട് പേരുണ്ട് അതിനകത്ത്. വിനായകൻ ചേട്ടൻ, രഞ്ജി പണിക്കർ സാറ്, വിജയരാഘവൻ സാറ്, ജോമോൻ ജോദർ, കുറെ പേരുണ്ട്. നമ്മുടെ രോമാഞ്ചം ഗ്യാങ് അവരൊക്കെ, നത്ത് അവനൊക്കെ ഉണ്ട്, കുറെ ആൾക്കാരൊക്കെ. അപ്പൊ അതൊരു ഫുൾ ഫൺ പരിപാടിയാണ്. അത് രണ്ടുമാണ് ഇനി ഇറങ്ങാനുള്ളത്. അത് രണ്ടുമല്ല, ED ഉൾപ്പെടെ 3 പടങ്ങളാണ് ഇനി റിലീസ്. ED ആണ് ഏറ്റവും പെട്ടെന്ന് ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? പറയാങ്ങോട്ട്. അല്ല, അത് ED പറ്റിയാണെങ്കിൽ ED തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ കണ്ട് എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ് ED. രസമുള്ള കുറെ പരിപാടികളുണ്ട്. പിന്നെ സുരാജേട്ടൻ എനിക്കൊന്ന് കുറെ നാളിന് ശേഷം ഒരു കോമഡി തമാശ, ഇതുവരെ മറ്റേ വില്ലൻ അല്ലെങ്കിൽ ഇടി അടി സീരിയസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പുള്ളിക്ക് തന്നെ കാരണം കോമഡി ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തിൽ. കാരണം ഞാൻ ഈ നാഗേന്ദ്രൻ സണിമോൺ എന്ന് പറഞ്ഞ സീരീസിന്റെ ഷൂട്ടിന് ഇടയ്ക്ക് പുള്ളിയെ ഒരു ദിവസം ഇങ്ങനെ മീറ്റ് ചെയ്ത പുള്ളി നമ്മളൊരു ദിവസം ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പൊക്കെ പോയി, ട്രിപ്പല്ല ട്രാവലൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അന്ന് പുള്ളി ഭയങ്കര ആ ഒരു സ്റ്റേറ്റിലായിരുന്നു. ഇവിടെ നല്ല സ്ക്രിപ്റ്റ് ഒന്നും വരുന്നില്ല, എല്ലാം മറ്റേ സീരീസ് പരിപാടികൾ ചെയ്ത് എനിക്ക് തന്നെ മടുത്തു തുടങ്ങി. നിന്റെ അടുത്ത് കഥ വല്ലതും ഉണ്ടേ പറ നമുക്ക്, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. ഞാനിങ്ങനെ പോയി എല്ലാവരോട് പറഞ്ഞു, സുരാജേട്ടൻ എന്നോട് കഥയുണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷൻ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു, ഒരേ ടൈപ്പ് ഓഫ് പരിപാടി. അപ്പൊ ഇത് പുള്ളിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് പുള്ളി അത് പ്രൊഡ്യൂസ് ചെയ്യാനും കൂടെ വെറുതെ പുള്ളി പ്രൊഡ്യൂസ് ചെയ്യില്ല. ആദ്യത്തെ പടമുള്ള അമ്മയുടെ പേരിലാണ് പുള്ളി വിലാസിനി സിനിമാസ് എന്ന് പറഞ്ഞിട്ട് അത് ബാനർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ പുള്ളിക്കാരന്റെ അടിപൊളി പെർഫോമൻസും ഉണ്ട്. പിന്നെ നമ്മളൊക്കെ ഉണ്ട്, ഇവിടെ ഞാൻ ഗ്രേസ് ഉണ്ട്, സുധീർ ഏട്ടൻ, വിനയ് പ്രസാദ് മാം ഉണ്ട്, നമ്മുടെ വിനീത് ഏട്ടനുണ്ട്. മന്ദാകിനിയിൽ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു വിനീത് തട്ടിൽ, വിനീത് ഏട്ടനുണ്ട്. റാഫി സാറുണ്ട്, റാഫി മെക്കാനിലെ, പിന്നെ സജിൻ ചെറുകയിൽ, പ്രശാന്ത് അലക്സാണ്ടർ, അങ്ങനെ കുറച്ച് ആൾക്കാർ, ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു പടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു നല്ലൊരു എന്റർടൈൻമെന്റ് പടമായിരിക്കും. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം ഇനി നല്ല നല്ല സിനിമകളും ക്യാരക്ടേഴ്സും ഒക്കെ തേടിയെത്തട്ടെ. അപ്പൊ ഇനി സിനിമയിലേക്കുള്ള റൈറ്റിംഗ്, ഡയറക്ഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടോ? അറിയില്ലായിരിക്കും. ഡയറക്ഷൻ ഇല്ല, ഡയറക്ഷൻ എനിക്ക് ഡയറക്ഷനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറച്ച് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. എനിക്ക് അത്ര റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ സിറ്റി ബാങ്ക് ഒക്കെ കളഞ്ഞിട്ട് തന്നത്. എഴുത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റുന്ന ചില കൈൻഡ് ഓഫ്, ഇപ്പൊ ബെറ്റർ ഹാഫിന്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ജോണർ കോമഡി അല്ലെങ്കിൽ കുറച്ചൊരു ഹ്യൂമറസ് ഫീൽ ഗുഡ് എന്നൊക്കെ പറയുന്ന റോംകോം പരിപാടികൾ എഴുതാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ശ്യാമിന്റെ എഴുത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്ലസ് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഓവർ ആക്കാണ്ട് അങ്ങനെയല്ല. ചില ബന്ധങ്ങളിലൊക്കെ നമ്മള് ഇത്രയല്ലേ നമ്മളും ചെയ്യുള്ളൂ എന്ന് തോന്നുന്ന സാധനം സ്ക്രീനിൽ കൊണ്ടുവരാന്നുള്ളത് ഇപ്പൊ ബെറ്റർ ഹാഫിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. മറ്റേത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് നമ്മൾ അങ്ങനെ റിയൽ ലൈഫിൽ നമ്മൾ കാണിക്കില്ലല്ലോ എന്ന് തോന്നുന്നു. അതെ അതെ, നമ്മള് ലൈഫിൽ അങ്ങനെ പറയും, നിനക്കറിയാമോ ഒരു ചായയുടെ വില എന്താ എന്നൊന്നും നമ്മൾ ചായ ഇട്ടൊന്ന് ചോദിക്കുള്ളൂ. അപ്പൊ അങ്ങനെ പ്രീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് മാക്സിമം എന്തായാലും അതിലൊരു ഒരു ഡ്രാമ വേണം. ഡ്രാമ ഇല്ലാണ്ട് ഒരിക്കലും നമുക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ശ്യാമേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മഹേഷിന്റെ പ്രതികാരം ഡ്രാമയാണ്, റിയലിസ്റ്റിക് പടമൊന്നുമില്ല, അതിനകത്ത് നല്ല ഡ്രാമയായിട്ടൊന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് ഭയങ്കര ഡ്രാമ, മെലോ ഡ്രാമയായിട്ട് ആൾക്കാർക്ക് തോന്നാതെ നാച്ചുറൽ ആണല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ ആൾക്കാർ പറ്റിക്കുന്ന പരിപാടി. എഴുതുമ്പോ ശ്രദ്ധിക്കാറില്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും കൂടുതൽ സിനിമകൾ അഭിനയിക്കാനും എഴുതാനും ഒക്കെ പറ്റട്ടെ. ഒരു സക്സസ്ഫുൾ ജേർണി ഹെഡ് ആകട്ടെ. താങ്ക് യു സോ മച്ച്.